രാവിലെ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് കയറി കേട്ടോ. വന്നുടനെ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നതേ ഞാൻ കുറച്ച് മാവൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇലയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇലയൊന്നും ആ ടൈമിൽ കിട്ടിയില്ല. പിന്നെ അനിയത്തി പോയി ഒരു വാഴ ഇല സംഘടിപ്പിച്ചുകൊണ്ട് തന്നു കേട്ടോ. ഇലയിപ്പോൾ കിട്ടുന്ന പാടാണ് കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം നല്ല വെയിലാണ്. പിന്നെ കാറ്റൊക്കെ കൊണ്ടിട്ട് വാഴയില മൊത്തം കീറി നശിച്ചു. പിന്നെ കുറച്ച് തേങ്ങയും ശർക്കരയൊക്കെ ചീകിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഓട്ടട അങ്ങ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ കടിഞ്ചായയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. കട്ടൻ ചായ കേട്ടോ, കടിഞ്ചായ എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഞാനും കൊച്ചിനെയും കൊണ്ട് പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ വെള്ളമൊക്കെ കോരി വെച്ചു. അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ അടുപ്പിലോട്ട് അങ്ങാക്കി അരിയും കൂടെ കഴുകാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പപ്പായ പഴുത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. കിളികളൊന്നും കൊത്താതിരിക്കാൻ തലേന്ന് ഞാനിങ്ങ് പറിച്ചു. അധികം നിർത്തി കഴിഞ്ഞാൽ കിളികൾ കൊത്തിക്കളയും കേട്ടോ. അങ്ങനെ ഞാൻ പറിച്ചു വെച്ചത് ഒരുവിധം ഒന്ന് പഴുത്തപ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് തോലൊക്കെ കട്ട് ചെയ്ത് കൊച്ചിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മീൻ ഫ്രൈ ചെയ്യാൻ ഇരിപ്പുണ്ടായിരുന്നു, മത്തിയായിരുന്നു കേട്ടോ. അതൊക്കെ മസാല തേച്ച് പൊരിക്കാൻ വെച്ചു. ഇതിനിടയ്ക്ക് ഇതേ വാപ്പുമ്മ വന്നിട്ട്, വാപ്പുമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ വഴി ഇങ്ങ് പോകുന്നതാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് നേരെ പിന്നെ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മത്തിയൊക്കെ പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സിൻ്റെ ലിങ്ക്, അതായത് ടോപ്പിൻ്റെ ലിങ്ക് മേളിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാൻ. താല്പര്യമുള്ളവർ കയറി വാങ്ങിച്ചോളൂ. ഒഴിച്ചറിക്ക് വേണ്ടിയിട്ട് സാമ്പാറാണ് കേട്ടോ. അതിന് വേണ്ടി കുറച്ച് പരിപ്പും കുറച്ച് കൊച്ചുള്ളിയും സവാളയും തക്കാളിയൊക്കെ ഞാൻ വേവിക്കാനായിട്ട് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഇത് മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് വേറെ കറി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഈ മീൻ വറുത്തതും ഈ ഒരു സാമ്പാറും പിന്നെ തലേന്നത്തെ കുറച്ച് മത്തിക്കറി ഇരിപ്പുണ്ട്, അതും കൂടി വെച്ചിട്ടാണ് ഇന്നത്തെ ഉച്ചയൂണ് കഴിച്ചത്. ഇതിൻ്റെ ലോങ് വീഡിയോ ഇന്നലെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി നന്ദി. ബൈ.